സോ ഗൈസ് വെൽക്കം ബാക്ക് ടു പോർട്ടൽ 2. അപ്പോൾ പോർട്ടൽ 2 പാർട്ട് ഓർക്കുള്ള ഗൈസ്. അപ്പോൾ അറിയാവുന്ന എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ്. 2 ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. പാർട്ട് എത്രയെന്ന് ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ അറിയുന്ന കമൻറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഈ വഴി ഞങ്ങൾക്ക് തുറന്ന് പോകട്ടെ ഗൈസ്. ലാഡർ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ വെച്ചാണ് കഴിഞ്ഞ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്ത. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ട് എന്തെങ്കിലും അത് കണ്ടിട്ട് വരട്ടെ ഗൈസ്. ഇവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും പൊക്കത്തായിട്ട് കയറട്ടെ ഗൈസ്. പിന്നെ നമുക്ക് മെയിൻലി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് പിൽസും വേണം. പിന്നെ നമുക്കൊരു ഗ്യാസ് കട്ടറും വേണം. നമ്മുടെ സാമിൻ്റെ കാല് കെട്ടിയിട്ടേക്കാണല്ലോ ഗൈസ്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് കട്ടറും പിന്നെ നമ്മുടെ റാബിറ്റ് മോൺസിന് ഫുഡിൽ കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ലീപ്പിംഗ് പിൽസും വേണം ഗൈസ്. നമുക്ക് എന്തെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ അപ്പടി മാഗ്നറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഹിറ്റും ഉണ്ട്. ഒരു ഹിറ്റ് നമ്മുടെ ഇവിടെ ഇട്ട് നമ്മൾ മൈൻ ഷാഫ്റ്റിൽ അങ്ങാണ്ട് ഇട്ടാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അവിടെ ഒരു ഹിറ്റും കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഈ മാഗ്നറ്റ് ഉണ്ട്. വേറെ ഒന്നും കയ്യിലില്ല കേട്ടോ ഗൈസ്. ഈ വഴി നമുക്ക് പോയി നോക്കട്ടെ. ഈ വഴി ഞാൻ ഇതിലോട്ട് പോയിട്ടില്ല. ഈ വഴി പോകാൻ പറ്റുമോ എന്നറിയില്ല ഗൈസ്. ഈ വഴി പോകാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഈ വഴി നമ്മൾ വന്നിട്ടില്ല. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്തിട്ടില്ല ഗൈസ്. ഇവിടെയൊക്കെ ആദ്യം ഇട്ടിട്ടാ ഗൈസ് വന്നെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊന്നും ഇങ്ങടേക്ക് വന്നില്ല. നമ്മൾ അതിൻ്റെ അപ്പുറത്ത് വഴുതിയ ഗൈസ്. അടിയിലിട്ട് അപ്പുറത്തേക്ക് ഒരു പാലുണ്ട് കേട്ടോ. അങ്ങടേക്കൊക്കെ പോയി നോക്കട്ടെ. അങ്ങോട്ട് പോകാൻ പറ്റുമോയെന്നറിയില്ല ഗൈസ്. മിക്കവാറും ഗൈസ്. ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതേ വന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ എന്തെങ്കിലും കുനിഞ്ഞിരിക്കട്ടാ. കാണോ കണ്ട് ഗൈസ്. കണ്ട് നമുക്ക് ഈ വഴി കറക്കി വിടാം ഗൈസ്. നമുക്കൊന്നും പേടിയില്ല ഗൈസ്. റൺ അവേ ഗൈസ്. എന്നൊക്കെ അവിടെ ഒരു ഷെൽട്ടർ ഉണ്ട് കേട്ടോ. അവിടെ എന്നാണ്ട് സംഭവം അവിടെ ഒരു ലൈറ്റ് എത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത് നോക്കുക ഗൈസ്. അതിന് മുന്നോടിയായിട്ട് ഗൈസ് വന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. ഗൈസ് വന്നില്ല. നമുക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലും എടുക്കാണ്ടോ നോക്കട്ടെ ഗൈസ്. ഇവിടെ ഒന്നും എടുക്കാനില്ല ഗൈസ്. ഇതേ വന്നുണ്ട് ഗൈസ്. നമുക്ക് അതിനപ്പോൾ പുറത്തേക്ക് ചാടാം ഗൈസ്. നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഈ വീട്ടിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഗൈസ് ഇവിടെ പുറത്തുണ്ട്. മിക്കവാറും ഡോറൊക്കെ അടിച്ചിട്ട് ഗൈസ്. മിക്കവാറും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഡോറൊക്കെ തുറന്നിട്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഒരു കോഡ് അടിക്കാനുണ്ട് കേട്ടോ. ഇവിടെ ഒരു കോഡ് അടിക്കാനുണ്ട്. നോക്കട്ടെ ഗൈസ്. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ചെറിയ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അടുത്ത് തന്നെ ഉണ്ട് വന്ന് ഗൈസ്. അവിടെ നമ്മുടെ ഒരു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും എന്തോ കോഡാന്ന് തോന്നുന്നുണ്ട്. അവിടെ കുറേ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ ആ മെയിൽ ബോക്സിനകത്ത് അതൊക്കെ എന്താ സംഭവം എനിക്ക് മനസ്സിലായി. മെയിൽ ബോക്സ് ആണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ ഇവിടെ എന്താണ് സംഭവം സംതിങ്സ്. എനിക്ക് തോന്നുന്നത് മറ്റേ ഹിറ്റ് നമ്മൾ ഇവിടെ കൊണ്ട് യൂസ് ചെയ്യണമെന്നോ വേണ്ട ഗൈസ്. എനിക്ക് തോന്നുന്നത് അതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബ്രിക്ക് എടുത്ത് കൈ പിടിക്കട്ടെ. വന്നേനെ അറിയാലോ ഗൈസ്. ഗൈസ് ഞാൻ ഹിറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഹിറ്റ് മൈൻ ഷാഫ്റ്റിലായിരുന്നു. കുറച്ച് കറങ്ങി. കാരണം ഗൈസ് അവിടെ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ പോയി നോക്കി. ലാസ്റ്റാണ് നമ്മൾ ഇവിടെ നമ്മുടെ ട്രോളിയുടെ ഉള്ളിലാലുട്ടിയ ഗൈസ്. അപ്പോൾ അവിടെ പോയി എടുത്ത് ഗൈസ്. നമുക്ക് അവിടെ ഹിറ്റ് യൂസ് ഗൈസ്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പുറത്തേട്ട് പോയിട്ടുണ്ട് ഗൈസ്. പിന്നെ വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ ഗൈസ്. നമ്മളപ്പുറത്ത് തന്നെ വന്ന് ഗൈസ്. ഇപ്പുറം വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഈ വീടിൻ്റെ ഉള്ളിലൂടെ കറങ്ങി അപ്പുറം പോട്ടെ ഗൈസ്. നമുക്ക് അവിടെ നിന്ന് എങ്ങനെ ഒന്നല്ല സ്ലീപ്പിംഗ് പിൽസ് അല്ലെങ്കിൽ മറ്റേ സംഭവം ഏത് ഗ്യാസ് കട്ടർ കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. അതിലേതിലും ഒന്ന് കിട്ടിയാൽ മതി ഗൈസ്. ഗൈസ് പോയി കയറാ ഗൈസ്. ഇത് ഇട്ടിട്ട് എന്താണ് ഗൈസ് കാര്യം? സോറി ഗൈസ്. സ്ലീപ്പിംഗ് പിൽസ് എവിടെയൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ സ്കൂളിനകത്താണ് സ്ലീപ്പിംഗ് പിൽസ് ഉള്ളത്. നമുക്ക് ഗ്യാസ് കട്ടറാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ മാഗ്നറ്റും പിന്നെ ഈ റോപ്പും ഉണ്ട്. പിന്നെ അത് ഈ സംഭവം ഉണ്ട് കേട്ടോ ഗൈസ്. കാണിച്ചു തരാട്ടാ. നമുക്ക് ഹിൻഡ് എടുത്ത് നോക്കട്ടെ ഗൈസ്. ഹിൻഡ് എങ്ങനെ കളിയുന്നത്? നമുക്ക് റോപ്പ് എടുത്തിട്ട് നമുക്ക് ഈ സംഭവങ്ങൾക്ക് കിട്ടാനുണ്ട്. അത് മാത്രമേ കാണിക്കുള്ളൂ. പക്ഷേ റോപ്പിൻ്റെ എവിടെ കളിയെന്ന് കാണിക്കില്ല കേട്ടോ. അതെങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ്. അറിയാവുന്നവരെന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. ഹിൻഡ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണത്? ഈ റോപ്പ് എടുത്തിട്ട് നമുക്ക് ചിലപ്പോൾ റോപ്പിലൊക്കെ ഇപ്പോൾ കളി ഉണ്ടാവില്ലായിരിക്കും. അറിയില്ല ഗൈസ്. നമുക്ക് എന്തൊക്കെയും ഒരു പിക്ക് ലോക്ക് ഉണ്ട്. ഈ പിക്ക് ലോക്കും നമുക്ക് നോക്കാട്ടോ. പിക്ക് ലോക്കും നമ്മൾ എങ്ങനെയാണ് ഗൈസ് ഹിൻഡ് നോക്കണേ ഗൈസ്? എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാവുള്ള. ഇവിടെ കുറേ സംഭവം ഉണ്ട്. ഇത് ലാപ്ടോപ്പ്, സാമിൻ്റെ പടം, ജനല, കുറേ സംഭവമൊക്കെ ഉണ്ട്. എങ്ങനെ സംഭവം എനിക്ക് മനസ്സിലാവുള്ള. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആപ്പടി ടോട്ടലി 3 ഐറ്റം ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് റൈറ്റിലായിട്ടല്ലോ പോകാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ലെഫ്റ്റിലോട്ട് പോകാൻ പറ്റുമോ? എന്തെങ്കിലും റൈറ്റിലായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പോയി നോക്കട്ടെ റൈറ്റിലായിട്ട്. ഈ വീട് നമുക്ക് സെർച്ച് ചെയ്യണോ ഗൈസ്? ഇല്ല ഗൈസ്. നമുക്ക് നടന്ന് പോകാൻ പറ്റില്ല എന്നാണ് പറയണേ ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് പോയാലോ ഗൈസ്. ഇവിടെ പിന്നെ വേറെ ഒന്നുമില്ല.
നമുക്കെന്തെങ്കിലും ഫാമിലോട്ട് പോട്ടെ ഗൈസ്. ഫാമിൽ സെർച്ച് ചെയ്യാനുണ്ട് ഗൈസ്. ഫാമിൽ നമ്മളങ്ങനെ സെർച്ച് ചെയ്തിട്ടില്ല, കാരണം ആദ്യം നമ്മൾ അവിടെ നിന്ന് വന്നതുകൊണ്ട് പിന്നെ അവിടെ ഒന്നും ഇല്ലയെന്ന് തോന്നണം ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഒന്നൊരു ഫാമിലോട്ട് പോയി നോക്കട്ടെ ഗൈസ്. ഗൈസ് ഇവിടെ ഉണ്ട് ഗൈസ്, കിഡ്നാപ്പർ ഉണ്ട്. ഇതാണെങ്കിൽ ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് മിക്കവാറും നമ്മൾ തൂക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഗൈസ് ഇത് കണ്ടില്ല ഗൈസ്, ഞാനിതിപ്പോൾ ആദ്യമായിട്ടായിട്ട് ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഗൈസ്, ഇത് ആദ്യമായിട്ടായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഞാൻ നേരത്തെ വന്നെങ്കിലും പറഞ്ഞാലും ഞാൻ അപ്പർ സൈഡ് വന്നേ ഗൈസ്, ഇപ്പർ സൈഡ് ഗൈസ്. ഇവിടെയൊക്കെ ഒരു ലാഡർ ഉണ്ട് കേട്ടോ, അപ്പർ ലാഡറിലൊന്നുമില്ല ഗൈസ്. ഇവിടെ എന്താ ഗൈസ്? ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഗൈസ്. ഗൈസ് പിക്ക് ലോക്ക് ഇവിടെ ആയിട്ടാ ഗൈസ്. പിക്ക് ലോക്ക് നമുക്ക് ഇവിടെ നമ്മുടെ അടുത്തുണ്ട് ഗൈസ്. ഇവിടെ എങ്ങാണ്ട് ഉണ്ട്, വന്നിട്ട് ഗൈസ്, വന്നിട്ട് ഏണി കയറിട്ട് അപ്പം നമുക്ക് ഈ വശം അടിപ്പോട്ടെ ഗൈസ്. കയറി ഗൈസ് നമുക്ക് മനസ്സിലായി. പിക്ക് ലോക്ക് നമ്മൾ അവിടെ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് ആവശ്യമുള്ള സാധനം കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. വെറുതെ ഒരു ഉപകാരമുള്ള സാധനം തരാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഇവിടെ എന്താ ഗൈസ്? ഇവിടെ ഒരു സ്വിവർ ഉണ്ട്. ഇതൊന്നും എടുക്കാൻ പറ്റില്ല. സ്വിവർ ഉണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് സ്ക്രൂ ഡ്രൈവർ ആണോന്നോ ഉണ്ട് ഗൈസ്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ നമ്മുടെ സ്കൂളിലും ആവശ്യമുണ്ട്. റബ്ബർ ബൂട്ട്, അത് മൂട് ഗൈസ്. റബ്ബർ ബൂട്ട് എന്തിനാന്ന് മനസ്സിലായില്ല ഗൈസ്. ഗൈസ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഗൈസ് മനസ്സിലാവും. എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ ലാസ്റ്റ് ഒരു ഏരിയയിൽ വെച്ച് നമ്മൾ പിടിച്ചായിരുന്നു. അവിടെ റബ്ബർ ബൂട്ടിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ഉണ്ട് ഗൈസ്, ഇവിടെ അടുത്തുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് നമ്മളെന്തെങ്കിലും അങ്ങടെയൊക്കെ ആയിട്ട് നമ്മുടെ ഷാഫ്റ്റിലാണ് ഗൈസ് നമുക്ക് റബ്ബർ ബൂട്ട് ആവശ്യമുള്ളത്. ഇതിൻ്റെ ഉള്ളിലിട്ട ഗൈസ്, ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് അവിടെ ഫുള്ളും ഇലക്ട്രിക് വയർ, വെള്ളത്തിൽ ഫുള്ള് കറണ്ട് അടുപ്പിച്ചിട്ടേക്കുന്നതാണ് ഇവൻ. അപ്പോൾ നമുക്ക് ആ വഴി പോകണമെന്നുണ്ടെങ്കിൽ റബ്ബർ ബൂട്ട് വേണം. ഗൈസ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് എന്താ കിട്ടണം നോക്കട്ടെ. അവിടെ നമുക്ക് ഗ്യാസ് കട്ടർ ഇട്ടിക്കാൻ പിന്നെ ഗ്യാസ് കട്ടർ ഇട്ടിക്കാൻ പിന്നെ നമുക്ക് ഞാൻ അവിടെ സ്ലീപ്പിംഗ് പിൽസ് കൂടി മാത്രം മതി. അത് സ്ലീപ്പിംഗ് പിൽസ് എവിടെ ഓൾറെഡി ഉള്ളത് അറിയാം. നമ്മുടെ സ്കൂളിൽ മെഡിക്കൽ റൂമിലുണ്ട്, പക്ഷേ മെഡിക്കൽ റൂമിലെ കീ കിട്ടിയിട്ടില്ല ഗൈസ്. അതാണ് ഒരു ശോകം. നമുക്ക് എന്തെങ്കിലും സാധനം കൊടുക്കാം. റബ്ബർ ബൂട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ വെച്ച് മിക്കവാറും നമ്മളെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വെച്ചാൽ പിടിച്ചേ. കാരണം ഈ ഒരു ചെറിയൊരു ഏരിയയാണ്. അതാണൊരു ബൂട്ടിട് ഗൈസ്. വെള്ളത്തിൽ മിക്കവാറും വരാൻ ചാൻസ് ഇല്ല ഗൈസ്. ഷോക്കുള്ളവർ വരാൻ ചാൻസ് ഇല്ല. ഗ്യാസ് കട്ടർ കിട്ടിയിട്ട് ഗൈസ്. ഫൈനലി നമുക്ക് ഗ്യാസ് കട്ടർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആകെപ്പാടി സ്ലീപ്പിംഗ് പിൽസ് കൂടി മാത്രം മതി. അതുകൊണ്ട് കിട്ടിക്കുന്നത് നമ്മുടെ കളി കഴിഞ്ഞിട്ട് ഗൈസ്. നമുക്ക് എന്തൊക്കെയും ഈ സാധനം നമുക്ക് ബാസ്ക്കറ്റിൽ കൊണ്ടുവരാട്ടാ ഗൈസ്. നമുക്കൊരു ഹിൻഡ് എടുത്ത് നോക്കണമെന്നുണ്ട് ഗൈസ്. ഹിൻഡ് നമ്മൾ ഇനി നെറ്റ് കണക്ട് ചെയ്തതിന് ഹിൻഡ് എടുത്ത് നോക്കാമെന്നുള്ളൂ ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, റോപ്പ് ഉണ്ട്. ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. കാരണം മാഗ്നറ്റ് റോപ്പിൻ്റെ കളി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഗൈസ്. അതാണ്. പിന്നെ നമുക്കാണെങ്കിൽ സ്കൂളിൻ്റെ ഉള്ളിൽ ഒരു റൂമിൻ്റെ അകത്ത് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഫ്രഞ്ച് വെച്ച് നമുക്കത് ഓപ്പൺ ചെയ്യാനുണ്ട്. നമ്മുടെ ഒരു പൊക്കത്തെ കൂടെ വെൻറ്റിൽ കൂടെ പോകാൻ പറ്റും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യണം. മിക്കവാറും എനിക്ക് തോന്നുന്നു വെച്ചാൽ അത് ഓപ്പൺ ചെയ്ത് പോകുമ്പോഴായിരിക്കും നമുക്ക് സ്കൂളിലെ നമ്മുടെ മെഡിക്കൽ റൂമിൽ കീ കിട്ടാൻ ചാൻസ്. അപ്പോൾ അതിനുവേണ്ടി ഫ്രഞ്ച് വേണം. പക്ഷെ ഫ്രഞ്ച് കിട്ടിയിട്ടില്ല. നമുക്ക് മാഗ്നറ്റ് റോപ്പുണ്ട്. അതുകൊണ്ട് എന്താ കളിയെന്ന് അറിയില്ല. നമുക്ക് എല്ലാ സ്ഥലവും ഒന്നും കൂടി ഒന്ന് സെർച്ച് ചെയ്യണം ഗൈസ്. കാരണം എന്താണ്ട് ഞാൻ അവിടെ കണ്ട് വിട്ടു പോയിട്ടുണ്ട് ഗൈസ്. അതാണ്. അപ്പോൾ എന്നാലും ഇവിടെ എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ എന്തെങ്കിലും ഞാൻ എല്ലാ സ്ഥലവും സെർച്ച് ചെയ്യണം, എന്നാലാണ് കാര്യമുള്ളൂ ഗൈസ്. ഈ വണ്ടിക്കാണെങ്കിൽ ഫാസ്റ്റും ഇല്ല. ജാവാൻ കാലത്തെ സാധനം കറക്കിയിട്ടും അങ്ങോട്ട് എത്തണമില്ല. ഇത് എന്താണത്? ഗൈസ് ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഈ സംഭവം കൊണ്ടുവന്ന് നമുക്ക് ബൂട്ട് കൊണ്ടുവന്ന് എന്തെങ്കിലും പുറത്തുകൊണ്ടു നോക്കാം. അവിടെ വണ്ടി കൊണ്ടുവന്ന് നോക്കാം. ബൂട്ടല്ലേടാ ഗൈസ്, സോറി ഗൈസ്. ഗ്യാസ് കട്ടർ നമുക്ക് ബൂട്ടിൻ്റെ ആയിരിക്കണം. ഗ്യാസ് കട്ടർ നമുക്ക് എന്തെങ്കിലും ഇനി 2 ലൈഫ് ഉണ്ട് കേട്ടോ. 2 ലൈഫ് ഉള്ളൂ. ഉണ്ടെന്നല്ലേ, 2 ലൈഫ് ഉള്ളൂ ഗൈസ്. അതാണ്. നമുക്ക് ഇനി എവിടെ പോകാനാണ് ഗൈസ്? നമുക്ക് എന്തെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടൊന്നുകൂടി സെർച്ച് ചെയ്യാം. പിന്നെ അതല്ല ഗൈസ്, നമുക്ക് റെയിൽവേ സ്റ്റേഷനിലായിട്ടല്ല, നമുക്ക് ലെയറിൻ്റെ വീട്ടിൽ പോകാം ഗൈസ്. ഇവിടെ ഫുൾ ഓൾറെഡി നമ്മൾ സെർച്ച് ചെയ്താണ് ഗൈസ്. നമുക്ക് ആദ്യം ഫാമിൽ പോയി സെർച്ച് ചെയ്യാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് സെർച്ച് ചെയ്യാം ഗൈസ്. കാരണം ഫാമിൽ നമുക്ക് അവിടെ ഒരു സ്വിവർ അൺലോക്ക് ചെയ്യാനുണ്ട് ഗൈസ്. അത് നോക്കണം നമുക്ക്. പിന്നെ വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കണം കേട്ടോ ഗൈസ്. ഗൈസ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഗൈസ്. നമ്മളെ കണ്ടിട്ടില്ല. ഈ വഴി കറങ്ങി പോട്ടെ ഗൈസ്. ഈ വഴി കറങ്ങിപ്പോൾ നമുക്ക് എന്തൊക്കെയും ഈ വഴി കറക്കി കൊണ്ട് വിടാട്ടാ. ഇല്ല ഗൈസ്, കണ്ടിട്ടില്ല. എവിടെ ഗൈസ്? അവൻ അതിൻ്റെ അകത്തേട്ട് കയറിയ ഗൈസ്. ഇല്ല ഗൈസ്, വന്നിട്ട്
പോട്ടെ പോട്ടെ പോട്ടെ. ഇവനാണെങ്കിലും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണേ. നമുക്ക് ഗൈസ് കണ്ട് നമുക്കെന്തെങ്കിലും ഇപ്പുറത്തേക്ക് കറക്കട്ടെ ഗൈസ്. അതേ പിന്നെ ഉള്ളൂ ഗൈസ്. നമുക്കിനി ഇവിടെയൊക്കെ സെർച്ച് ചെയ്യണം. നമുക്കിവിടെ ഒന്നും ഇല്ല. പക്ഷേ അതാണ് നമുക്കെന്തെങ്കിലും സീറിൻ്റെ അവിടെ പോയി നോക്കട്ടെ ഗൈസ്. അവിടെ എന്തെങ്കിലും നമ്മൾ എടുക്കാനുണ്ടോയെന്നറിയില്ല. അവിടെ എന്താ കളിയെന്നറിയില്ല ഗൈസ്. എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുള്ള ഗൈസ്. എനിക്കൊന്ന് ഫ്രഞ്ച് ഇവിടെയും ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ 2 സ്ഥലത്ത് ഫ്രഞ്ച് ആവശ്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യട്ടെ. ഞാൻ ഇവിടെ ഫുള്ള് പോയിട്ട് സെർച്ച് ചെയ്യട്ടെ. വേറെ ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒന്നുമില്ല. സ്കൂളിൽ പോയി സെർച്ച് ചെയ്യാം ഗൈസ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നോക്കിയ ഗൈസ്. കുറേ സെർച്ച് ചെയ്തിട്ട് ഇവിടെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഫൈനലി യൂട്യൂബ് എടുത്ത് ഞാൻ നോക്കി. അപ്പോഴാണ് ഗൈസ് എനിക്ക് സംഭവം മനസ്സിലായത്. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളവിടെ ഒരു സ്വിവറില്ലേ, ആ സ്വിവറിനകത്താണ് ഫ്രഞ്ച് ഇരിക്കണേ. അപ്പോൾ ആ ഫ്രഞ്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാന്തം അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് കയറും കൊണ്ട് നമ്മൾ ആ കാന്തം കെട്ടിയിട്ട് നമ്മൾ കയറിലിട്ടിട്ട് നേരെ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങണം. അപ്പോൾ ഫ്രഞ്ച് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. അങ്ങനെയാണ് ഗൈസ് കളി ഗൈസ്. അവിടെ ഇരിപ്പണ്ടാ ഗൈസ്. നമുക്ക് എന്തെങ്കിലും കാന്തം ആദ്യം ഇവിടെ കൊണ്ടുവന്ന് നോക്കാം. അയ്യോ ഗൈസ് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇവിടെ ബഗ്ഗായ ഗൈസ്. ഗൈസ് എടുക്കാൻ പറ്റില്ല ഗൈസ്. ബഗ്ഗായെന്ന് തോന്നണം ഗൈസ്. അറിയില്ല, എടുക്കാൻ പറ്റുള്ള. പാളിയാ ഗൈസ്. ഇത് എന്ത് ഗെയിമാണ് ഗൈസ് ഇത്? എടുക്കാൻ പറ്റില്ലടാ ഗൈസ്. നമുക്ക് എന്തൊക്കെയല്ലേ ആ റോപ്പ് എടുത്തിട്ട് തരാട്ടാ. ഗൈസ് ആ റോപ്പ് ഇട്ടാലാണ് കാര്യമുള്ളൂ. നമ്മളെന്തെങ്കിലും ഫ്രഞ്ച് എടുത്തിട്ടുണ്ട് അവിടെ നിന്ന്. ഫ്രഞ്ച് എടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്ന് ഗൈസ്. ഞാൻ ഒരു 10-20 മിനിറ്റ് ഫുള്ളും തപ്പി ഏരിയ. നമ്മൾ ഇവിടെ തപ്പാത്തായിട്ട് ഇനി ഒന്നുമില്ല. അങ്ങനെ ഇതിൽ ഫുള്ള് അരിച്ചു പറക്കി തപ്പിയിട്ടൊന്നും കളി കണ്ടില്ല. പിന്നെ ഞാൻ നേരെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് സംഭവം എനിക്ക് മനസ്സിലായിരുന്നത് ഗൈസ്. നമുക്ക് ഇനി എന്തെങ്കിലും ഫ്രഞ്ചുകൊണ്ട് നമുക്ക് നേരെ സ്കൂളിലെത്തിയിട്ടുണ്ട്. ഫ്രഞ്ചുകൊണ്ട് നമുക്ക് സ്കൂളിൽ മറ്റേ ഒരു വെൻറ്റിൻ്റെ അവിടെ അത് ഓപ്പൺ ചെയ്യാനുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തെങ്കിലും അത് പോയി ഓപ്പൺ ചെയ്യാം. മിക്കവാറും അവിടെ നിന്നായിരിക്കും നമുക്ക് മെഡിക്കൽ റൂമിൻ്റെ കീ കിട്ടാൻ ചാൻസ്. മിക്കവാറും നമുക്ക് പോയി നോക്കാട്ടോ. ഇവിടെ കാണ്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇല്ല ഗൈസ്, ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഇത് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഗൈസ്. അവൻ കാണട്ടെ. അവൻ എൻ്റെ ബാക്കിൽ ഓടിച്ചിട്ട് നമുക്ക് ആ വഴി കറക്കി വരാം. കണ്ടിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേരെ കറങ്ങി നമുക്ക് നേരെ റൂമിലോട്ട് കയറട്ടെ ഗൈസ്. അതേ നടക്കുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ മിക്കവാറും നമ്മളെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആ പടി 2 ലൈഫും കൂടി ഉള്ളൂ ബാക്കി ഗൈസ്. അതാണ് ഇനി പിടിച്ചാൽ എനിക്ക് ആദ്യം തൊട്ട് ഇത് എന്താണ് ഹെഡ് ഓഫീസാണ്. നമുക്കിത് ഇവിടെയാണ് ഗൈസ് കളി. ഇവിടെ നമുക്ക് ഫ്രഞ്ചും കൊണ്ട് സാധനം തുറക്കാനുണ്ട് ഗൈസ്. തുറക്ക് അവൻ്റെ മുമ്പ് തുറക്കുക. ഗൈസ് അവൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് മിക്കവാറും. എനിക്ക് തോന്നുന്നത് നമ്മൾ നേരെ ഇത് മെഡിക്കൽ റൂമിലോട്ടാണ് ഗൈസ്. ഈ വെൻ്റ് വഴി നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ റൂമിലോട്ട് കയറണം എന്നാണ് ഗൈസ്. അതാണ് ഗൈസ് കളി. ഫൈനലി നമ്മുടെ ഗൈസ് ഇവിടെ ഗൈസ് 2 സ്ഥലവും നമ്മൾ ലോക്കാണ് ഗൈസ്. അപ്പുറത്തെ വഴി പോകാനായിരിക്കും ഗൈസ്. ഈ വഴി പോകാനായിരിക്കും. പിന്നെ വേറെ വഴിയില്ല. ഇത് ഏതാ ഗൈസ് റൂം അറിയില്ല ഗൈസ്. ആ വഴിയുണ്ട്, ഈ വഴിയുണ്ട്. ഇവിടെ പോയി നോക്കടാ ഗൈസ്. ഗൈസ് നമുക്ക് എന്തെങ്കിലും ഫ്രഞ്ച് തിരിയിട്ട് ഇട്ട് നോക്കിയാലോ ഗൈസ്. ഗൈസ് സംഭവം വെറുതെ ലക്കി ഇട്ട് നോക്കിയതാട്ടാ ഗൈസ്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് കേട്ടോ. നമുക്ക് കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? കമ്പ്യൂട്ടർ ഉണ്ട്. ഇല്ല, ഇത് എനിക്കൊന്നുണ്ട്. ഈ സംഭവം ഈ റൂം മനസ്സിലായ ഗൈസ്. ഇത് മെഡിക്കൽ റൂം അല്ല ഗൈസ്. ഇത് മറ്റേ ഹെഡ് ഓഫീസാണ് ഗൈസ്. ഇപ്പോൾ ഇത് ടീച്ചർ ഓഫ് ദി ഇയർ. ഇതെന്താ സംഭവം ഗൈസ്? ഇതെന്താ സംഭവം? ഇത് ബെസ്റ്റ് സ്കൂൾ ഇൻ ഡിസ്ട്രിക്റ്റ് 1900 ഗൈസ്. ഇവിടെ കുറെ ട്രോഫി ഇരിപ്പുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പാസ്വേഡ് അടിക്കണം. ഹിന്ദി ബാസ്കറ്റ് ബോളാ. ഹിന്ദി കൊടുത്തേക്കണെന്ന് വെച്ചാൽ ബാസ്കറ്റ് ബോള്. അതെന്താ സംഭവം ഗൈസ്? പാസ്വേഡ് ഹിന്ദി ബാസ്കറ്റ് ബോളാ. അത് നമുക്ക് എന്തെങ്കിലും ന്യൂസിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഗൈസ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇതായതുകൊണ്ട് റാബിറ്റ് കിഡ്നാപ്പർ ഇറങ്ങുന്ന സ്കൂളൊക്കെ അവധിയാണ്. ടീച്ചേഴ്സൊക്കെ സെർച്ചിങ്ങിന് ഇറങ്ങിയേക്കണേണ്. അതാണ് പറയണത്. ഇതെന്താണ് ഫിസിക്സിൻ്റെ അത് ഗൈസ്. ബാസ്കറ്റ് ബോള്. ഫസ്റ്റ് ബാസ്കറ്റ് ബോൾ 1995 ഗൈസ്. ഇതാണ് ഗൈസ് പാസ്വേഡ്. 1995 ഗൈസ്. ഇതാണ് പാസ്വേഡ്. നമുക്ക് അടിച്ചു നോക്കാം ഗൈസ്. 1995. ഗൈസ് നമുക്ക് കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താ ഗൈസ് ഇത്? എന്താ സംഭവം ഗൈസ്?
ഇതെന്താ ഗൈസ് സംഭവം ഗൈസ്? ഇത് ഗെയിമാണെന്ന് തോന്നുന്നു ഗൈസ്. ഗെയിം ഓ 2 സ്കോർ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇതിൻ്റെ അകത്ത് ഗെയിമിൻ്റെ അകത്ത് ഗെയിം ഗൈസ്. ഇത് എന്ത് ഗെയിമാണ് ഗൈസ്? ഇതെന്ന് വെച്ചാൽ 1900-ലെ സംഭവങ്ങളല്ലോ ഗൈസ്. അപ്പോൾ അതാണ് ഗൈസ് ഇത്ര ലാഗ് ഇങ്ങനത്തെ ഗെയിം. കാരണം ആ കാലഘട്ടത്തിൽ പിന്നെ ഇങ്ങനത്തെ ഗെയിം ഉള്ളൂല ഗൈസ്. ഈ സംഭവം വരാൻ വേണ്ടിയിട്ട് ഒടുക്കത്തെ ലാഗാട്ടാ. നമ്മളെ പിടിക്കാൻ വേണ്ടി കൈ ഇതാക്കി നിൽക്കുന്നുണ്ട് ഗൈസ്. എന്നാൽ ഈ സംഭവം വരാൻ വേണ്ടി ലാഗാണ് ഗൈസ്. ഇതെങ്ങനെ ബാക്ക് അടിക്കണേ ഗൈസ്? ബാക്ക് അടിക്കാൻ പറ്റില്ല. നമ്മളിനി കളി തോക്കണൊരു ഗൈസ്. നമുക്ക് എന്തെങ്കിലും 11 പോയിന്റ് ആയിട്ടില്ലട്ടാ ഗൈസ്. കളി തോക്കാം. ഒരു ആട്ടോടുള്ളൂട്ടെ. ഇത് പോട്ടേട്ടാ. ചാടി ഇത് എന്ത് ലാഗാണ് ഗൈസ് ഗെയിം. ഗൈസ് ബെസ്റ്റ് സ്കോർ നമ്മളിപ്പോൾ ഗൈസ് സോറി ഗൈസ്. ഒരു മെയിൽ ബോക്സ് ഉണ്ടടാ. മെയിൽ ബോക്സ് കോപ്പി മെഡിക്കൽ റൂം കീ പോസ്റ്റ് ഓഫീസ് മെയിൽ ബോക്സ് നമ്പർ 6. ഓൾ യുവർ മിസ്റ്റർ PC looking forward to start recommendation of the scene kids during the should be blast. സംഭവം ഞാൻ മനസ്സിലാ ഗൈസ് പറഞ്ഞുതരാം. മെഡിക്കൽ റൂമിലെ കീ നമ്മുടെ മെയിൽ ബോക്സ് 6-ലുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. മെയിൽ ബോക്സ് ഗൈസ് ഇത് ഇവിടെ അകത്തുനിന്ന് ലോക്കായിരുന്നു ഗൈസ്. അതാണ് നമുക്ക് തുറക്കാൻ പറ്റാണ്ടിരുന്നത്. ഈ മെയിൽ ബോക്സ് 6 അതിനകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞേക്കണം. മെയിൽ ബോക്സ് നമുക്ക് സംഭവം മനസ്സിലായില്ലേ? നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ് മെയിൽ ബോക്സ് ഇരിക്കണം. സംഭവം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് പക്ഷേ ഗൈസ് മെയിൽ ബോക്സിൽ നമുക്ക് പാസ്വേഡ് അടിക്കാനുണ്ട് ഗൈസ്. അത് ഇഷ്യൂ ആവുമെന്ന് അറിയില്ല ഗൈസ്. പാസ്വേഡ് അടിക്കാനുണ്ട്. അപ്പോൾ പാസ്വേഡ് മിക്കവാറും അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു നോട്ടിനകത്ത് കുറേ പാസ്വേഡ് കുറേ നമ്പേഴ്സ് ഞാൻ കണ്ടായിരുന്നു ഗൈസ്. മിക്കവാറും അതാവാനാണ് ചാൻസ്. നമുക്ക് എന്തെങ്കിലും പോയി നോക്കട്ടെ. ഇവിടെ ഒരു പേപ്പറിനകത്ത് ഗൈസ് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. 597 ആട്ടോ ഗൈസ്. 6-ൽ 597 ഗൈസ്. അടുത്തുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ഇവിടെ ഇടങ്ങാണ്ട് മിക്കവാറും തൂക്കാൻ ചാൻസ്. കാരണം വന്ന് നമുക്ക് ഓടാൻ പോലും സ്ഥലമില്ല ഗൈസ്. അപ്പുറത്ത് പോയതിന് അപ്പുറത്തോട്ട് ഓർക്കണം. കണ്ടില്ലെങ്കിൽ നമ്മൾ പണി പാളും. അതാണ് പറ്റാൻ പോണ ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഇവിടെ ലോ നമ്പർ ഗൈസ്. നമ്പർ 6 കാണാനല്ല കേട്ടോ ഗൈസ്. അതിനകത്ത് നമ്പർ 6 തന്നെയല്ലേ പറഞ്ഞത്? അത് 9 എന്നാണോ പറഞ്ഞത് ഗൈസ്? മറന്നുപോയി ഗൈസ്. ഞാൻ ടെൻഷനാണ് ഗൈസ്. പെട്ടെന്ന് മറന്നുപോയി ഗൈസ്. ഞങ്ങൾക്ക് ഇതിനകത്ത് അടിച്ചു നോക്കട്ടെ. ഇവിടെ ഉടങ്ങാണ്ടായിട്ടുണ്ട് ഗൈസ്. ഞാൻ ശബ്ദം കേൾക്കണ്ടേട്ടാ. നമുക്ക് നോമ്പൊരു പാസ്വേഡ് നോക്കട്ടെ. 597 ഗൈസ്. 6 തന്നെ 9 എന്നായിരുന്നു ഗൈസ്. സംഭവം ഗൈസ് ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഗൈസ്. ഇവിടെ അടുത്തുണ്ട് ഗൈസ്. ഞാൻ നല്ല രീതിയിൽ അവൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഗൈസ് മറന്നുപോയി. 6 അവിടെ 9 ആണ്. അത് വേറെ ഇതിന് നമ്പറായിരുന്നു ഗൈസ്. മറന്നുപോയി ഗൈസ്. കണ്ട് നമുക്ക് എന്തൊക്കെയില്ലേ ഒന്നും കൂടി അവിടെ പോയി നോക്കാം ഗൈസ്. അതേ നടക്കുള്ളൂ ഗൈസ്. ഗൈസ് 6 തന്നെയാണ് ഗൈസ്. ഗൈസ് സംഭവം എന്ന് വെച്ചാൽ ഇപ്പർ സൈഡ് ഞാൻ നോക്കിയില്ല ഗൈസ്. ഇവിടെയാണ് 6 ഇരിക്കണം ഗൈസ്. ഇവിടെ 597 അല്ലായിരുന്നു ഗൈസ്. 597 ഗൈസ്. തുറന്ന് ഗൈസ് മെഡിക്കൽ റൂമിൻ്റെ കീ കിട്ടി ഗൈസ്. ഞാൻ എന്തും മണ്ടത്തിലൊക്കെ ഗൈസ് കാണിക്കണം. ഇപ്പറ ഉണ്ടത് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചില്ല. പെട്ട് എൻ്റെ അള്ളിയെ ഇപ്പം തൂങ്ങിയാനായിട്ട് ഗൈസ്. ഇപ്പോൾ ഗൈസ് എല്ലാത്തിനും പരിഹാരം ഉണ്ടായേനെ ഗൈസ്. ഇപ്പോൾ നമ്മളവിടെ പിടിച്ചായിരുന്നെങ്കിൽ നമ്മുടെ കളിയെ തരുന്നത് ഗൈസ്. ഇവിടം വരെ എത്തിയതാണ് ഗൈസ്. കളി ഇപ്പോൾ തീരും ഗൈസ്. കാരണം നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. മെഡിക്കൽ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇനി ഇവിടെ നിന്നാണ് സ്ലീപ്പിംഗ് പിൽസ് എടുക്കേണ്ട ഗൈസ്. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. ഇവിടെ ഗൈസ്. ഗൈസ് കിട്ടി ഗൈസ്. നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് കിട്ടി. നമുക്കിനി നേരെ സാമിൻ്റെ അടുത്തോട്ട് പോകാം ഗൈസ്. വേറെ കളികളൊന്നുമില്ല നമുക്ക്. ഗൈസ് ഈ സാധനം ബാസ്ക്കറ്റിലിട് ഗൈസ്. ഇവിടെ ഉറങ്ങാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തെങ്കിലും ലെയറിൻ്റെ വീട്ടിൽ പോട്ടെ ഗൈസ്. നമുക്കിനി എന്തെങ്കിലും നേരെ കൊണ്ടുപോയിട്ട് ഫാമിലല്ലല്ലോ ഗൈസ്. ലെയറിൻ്റെ വീടല്ലേ. ഇതെന്തൊക്കെ പിടിച്ചാൽ ഞാൻ നിൽക്കണേ ഗൈസ്. ലെയറിൻ്റെ വീട്. നമുക്കിനി എന്തെങ്കിലും ഈ സംഭവം നേരെ കൊണ്ടുപോയി ഫാമിനുണ്ടായി കൊടുക്കട്ടെ ഗൈസ്. ഫാമിനുണ്ടായി കൊടുത്ത് തന്നെ നമ്മുടെ കളി തീരും. നമുക്ക് നോക്കട്ടെ ഗൈസ്. കളിയുടെ ഫൈനൽ മൊമെൻറ്റിലാണ് ഗൈസ്. കളി തീരാറായി ഗൈസ്. നമുക്ക് ഈ വഴി പോകട്ടെ ഗൈസ്. മറ്റേ വഴി പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് എനിക്ക്. ഈ വഴിയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഗൈസ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിട്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഇപ്പുറത്ത് വഴി ഇറങ്ങി വരാട്ടെ. ഇല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ പണിയും കൺഫേമാണ്. നമുക്ക് എന്തെങ്കിലും ഈ വഴി പോവാം ഗൈസ്. ഈ വഴി നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യട്ടെ ഗൈസ്. ഇവിടെ നിന്ന്
ഓ ഗൈസ്, ഇവിടെ നമുക്ക് ഇതായിട്ട് കൈസ് എളുപ്പം നേരെ വന്നാൽ നമുക്ക് ഈ റൂമിലായിട്ടാണ് കൈസ് നമ്മൾ വന്നെ. നമുക്ക് എന്തെങ്കിലും നമുക്ക് ഗ്യാസ് കട്ടർ ഉണ്ടെങ്കിൽ സാമിന് കൊടുക്കട്ടെ. എന്താ പറയണേ നോക്കാം ഗൈസ്. സാം പിടിക്കൂ ഗൈസ്. ഓ ക്രോക്രോച്ച് സ്പ്രേയാ, അത് ഗ്യാസ് കട്ടറാക്കുക ഗൈസ്. നമ്മളെ കളിയാക്കണ ഗൈസ്. സാം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാ കൊണ്ട് കൊടുത്തേന്ന് അവൾക്ക് അറിയില്ല. അവളെ വെറുതെ ഇരുന്ന് ബുക്ക് വായിക്കലോ മാത്രമേ ഉള്ളൂ. ഓ സർപ്രൈസ് ആണെന്നാണ് പറയണത്. കെയർഫുൾ ആയിട്ട് കട്ടേനൊക്കെ പറയണ്ടേട്ടാ നമ്മള്. ഓ നമ്മൾ ഫൈനലി ഗ്യാസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സാധാ അതൊക്കെ മൂടി വെക്കാന്ന് പറയുന്നത്. എന്തെങ്കിലും സ്ലീപ്പിംഗ് പിൽസ് എടുത്തിട്ടുണ്ട് വരാം ഗൈസ്. നമുക്ക് പോയിട്ട് വെൽ ഡൺ. ഓക്കെ സാം ഗൈസ്. നമുക്ക് എന്തെങ്കിലും പോയിട്ട് നേരെ പോയിട്ട് സ്ലീപ്പിംഗ് പിൽസ് എടുക്കാം. മിക്കവാറും നമ്മൾ ഇത്ര നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. മിക്കവാറും അവന് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് എനിക്ക് നല്ല രീതിയിൽ ശബ്ദം കേൾക്കണ്ട കേട്ടാ. അവൻ ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഗൈസ്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഗൈസ്. നല്ല നമ്മുടെ അടുത്തുന്ന രീതിയിലാണ് നമുക്ക് ശബ്ദം കേൾക്കണത് ഗൈസ്. അവനിവിടെ വന്നിട്ടുണ്ടോ ഗൈസ്? അറിയില്ല ഗൈസ്. അവനിവിടെ വന്നിട്ടുണ്ടോ ഗൈസ് കണ്ട നമ്മുടെ ശരിക്കും അടുത്തുണ്ട്. ഓ ഗൈസ് ബാക്കിൽ. ഓ എൻ്റെ പിന്നെ അവൻ എങ്ങനെ എറിയുമെന്ന് ഗൈസ് ഞാൻ കണ്ടില്ല കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാം ഗൈസ്. നമ്മൾ ഈ വഴിയൊക്കെ കാണാപ്പാടെ പഠിച്ചുകൊണ്ട് എന്തെങ്കിലും നന്നായി ഗൈസ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ വെച്ച് കറങ്ങിക്കൊണ്ട് തന്നെ ഗൈസ്. എന്തെങ്കിലും കയറാം. നമുക്ക് എന്തെങ്കിലും നേരെ സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ ഗൈസ്. കളി കഴിഞ്ഞപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോയിട്ട് സ്ലീപ്പിംഗ് പിൽസ് എടുക്കാം. അവൻ അതിൻ്റെ ഉള്ളിലാണ് ഗൈസ്. ആ ഒരു റിസ്ക് ഉണ്ട് ഗൈസ്. കാരണം മിക്കവാറും നമ്മളിനി അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ അവൻ മിക്കവാറും നമ്മൾ തൂക്കാൻ ചാൻസ് ഉണ്ട്. അവൻ ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. അതായിരിക്കും ബെറ്റർ. ഗൈസ് ഇറങ്ങി വന്നിട്ടുണ്ട്. കാരണം അതാണ് ബെറ്റർ ഗൈസ്. അല്ലെങ്കിൽ പിന്നെ മിക്കവാറും നമ്മൾ തൂക്കും ഗൈസ്. നമുക്ക് എന്തെങ്കിലും നേരെ പോയിട്ട് സാമാനം കൊടുക്കട്ടെ ഗൈസ്. ഇത് ഗൈസ് പിന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയെന്ന് തോന്നില്ല ഗൈസ്. പിന്നെ ഒറ്റ വീഡിയോയിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. കാരണം ഇനി ഇത് പാർട്ട് ആക്കണ്ടല്ലോ എന്ന് ഓർത്താണ് ഗൈസ്. കുറച്ചധികം ലെങ്തി ആയെന്ന് തോന്നണം ഗൈസ്. അപ്പോൾ അധികം ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്. നെക്സ്റ്റ് ടൈം നമ്മൾ എന്തൊക്കെയാലും അധികം വീഡിയോ ലെങ്ത് ആവാണ്ട് നമ്മൾ മാക്സിമം പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. ഇത് ഏത് വഴിയാണ് ഗൈസ്? മിക്കവാറും ട്രാപ്പായ ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ എടുക്കാറ്. അപ്പോൾ ഇവിടുന്ന് നേരെയാണ് ഗൈസ്. ഈ വഴി പോയി അതന്നെ ഗൈസ്. നേരെ നമുക്ക് എന്തെങ്കിലും സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കാട്ടാ. ഗൈസ് ഫൈനലി നമ്മൾ ഈ ഗെയിം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സാം ഓക്കെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇനി എന്താണ് ഗൈസ്? മിഡ് നൈറ്റ് ആവണമെന്നാണ് പറയണത്. രാത്രി ആകുമ്പോൾ സെറ്റ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. നൈറ്റ് ആയിരുന്നു ഗൈസ്. റാബിറ്റ് നബർ വന്നിട്ടുണ്ട് ഗൈസ്. ഫുഡൊക്കെ ആയിട്ട് മച്ചാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഇത് അവൻ്റെ അവസാനത്തെ ഫുഡ് അടിയായിരിക്കും ഗൈസ്. എൻ്റെ അവസാനത്തെ ഫുഡ് അടിയായിരിക്കും. നമ്മൾ ഇന്ന് അവനെ തൂക്കും ഗൈസ്. ഇന്ന് തൂക്കും. നമ്മളെ 2 ദിവസമായിട്ട് നമ്മൾ കളിപ്പിക്കണേണ് ഗൈസ്. ഇന്ന് അവനെ എന്തെങ്കിലും നമ്മൾ തൂക്കും ഗൈസ്. ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടാ. അതർ സൈഡിൽ നിന്ന് പൂട്ടാൻ പറയണേ. ഇവിടെ എന്തിനാണ് പൂട്ടാൻ പറയണേ? ഇന്നാണെന്നും അങ്ങനെയാണ് ഇവിടേക്ക് ഇതിനേക്കാളും വലിയത് ഗൈസ്. ഇതെന്താണ് ഞാൻ പറയണത്? ഓ അവളുടെ ലാസ്റ്റ് ഡിന്നറാന്നൊക്കെ പറയണ്ടേട്ടാ. അവളല്ല ഗൈസ്, നിന്റെയാണ് ഗൈസ് ലാസ്റ്റ് ഡിന്നർ. ഇന്ന് അവനെ പണിയും ഗൈസ്. അവനെ പണിയാൻ പോകണം ഗൈസ്. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ടെന്ന് അറിയാം. നമ്മുടെ ഹരീനെ ഇവൻ ഡോളാക്കിയതാണ് ഗൈസ്. അതിന്റെ ദേഷ്യമുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും അവനെ ഡോളാക്കിയതാണ്. നമ്മുടെ 3 ഫ്രണ്ട്സിനും ഡോളാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവനെ പണിയാണ്ട് രക്ഷയില്ല ഗൈസ്. എന്താണ് ഗൈസ് ഇവള് പറയണേ? ഓ ഞാൻ കേട്ടില്ല ഗൈസ്. ബ്ലാ എന്നൊക്കെ പറയണ്ട് ഗൈസ്. ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. ഓ ഗൈസ് റബ്ബർ മാസ്ക് ഊരിട്ട് ഗൈസ്. അവന്റെ ഫേസ് എനിക്ക് കാണണം ഗൈസ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. ഇതെന്താണ് ലൈറ്ററൊക്കെ? ഓ ക്യാൻഡിൽ നൈറ്റ് ഡിന്നറാണ് ഗൈസ്. ഏതാ സെറ്റപ്പ് നോക്കിയ ഗൈസ്? ഏതാ ക്രോക്കോച്ചസ് ഇവളെന്താണ് റൊമാൻറ്റിക് എന്നൊക്കെ പറയണ്ട് ഗൈസ്. സൈലന്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പറയണ്ട ഇവള്. ഓക്കെ വേറെ കഴിച്ചുകൊണ്ടിരിക്കണ കേട്ടോ. എൻജോയ് ചെയ്യണ്ട അവൻ. ഇതെന്താണ് ഗൈസ്? ഓ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യണമെന്നുണ്ട് ഗൈസ് പറയണേ. നമ്മളിപ്പോൾ ഈ ബ്രിക്ക് എടുത്ത് എറിയട്ടെ ഗൈസ്. അതായിരിക്കും ഗൈസ്. പക്ഷേ നമ്മൾ പിന്നെ എന്തിനാണ് ഗൈസ്? അറിയില്ല ഗൈസ്. വന്നുണ്ട് ഗൈസ് ചെക്കായാണ് അവൻ. ഗൈസ് വന്നുണ്ട്. അവൻ അവിടെ തന്നെ നിൽപ്പണ ഗൈസ്. നമുക്ക് ഈ വഴി ഗൈസ്. എന്താ ഗൈസ് നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞേക്കണത്?
ഡിസ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതെന്താ ഗൈസ് അവനെ മോറൊക്കെ ഗൈസ് അവനക്ക് ഫേസ് ഇല്ല ഗൈസ് സംഭവം ഗൈസ് നോക്കുക ഗൈസ് അവൻ്റെ ഫേസ് നോക്കിയ ഗൈസ് എനിക്ക് ഫേസ് ഇല്ല അവൻ്റെ കഴുത്തിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ ബാക്കി പിന്നെ റാബിറ്റ് ഇത് വെക്കൂല ഗൈസ് മാസ്ക് വെക്കണം കാരണം അവിടെ ഇവർ ഗെയിം ഡെവലപ്പ് ചെയ്ത ഒരു ഫേസ് അവനക്ക് വെച്ചിട്ടില്ല ഇതെന്താ ഗൈസ് എന്നാണ്ട് ഗ്ലിച്ചായി ഗൈസ് ബഗ്ഗായതാണ് ഗൈസ് ഗെയിം ഞാൻ എന്തൊക്കെയല്ലേ ആദ്യം തൊട്ട് എടുക്കട്ടെ ഗൈസ് ഞാൻ ആദ്യം തൊട്ടിട്ട് പറഞ്ഞു നേരത്തെ ഗെയിം ജസ്റ്റ് ഒന്ന് ക്രാഷ് ആയി ഗൈസ് അതാണ് സംഭവം ഫുഡും കൊണ്ട് വന്നിട്ടുണ്ട് അവൻ ഫുഡും കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും നോക്കാം ഗൈസ് നമ്മളെന്തെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഈ ബ്രിക്ക് എടുത്തിട്ട് നേരെ അവൻ്റെ അവിടേക്ക് എറിയാട്ടാ ഓ ഗൈസ് ഇപ്രാവശ്യം അവൻ മാസ്ക് എടുത്തിട്ട് സംഭവം എന്താണെന്ന് പറയുമ്പോൾ ഗൈസ് അവൻ ഡോറ് തുറന്ന് പോയിട്ടുണ്ട് കേട്ടോ പുറത്തേട്ടാണോ ഗൈസ് ഇങ്ങടേക്കാണോ ഗൈസ് കണ്ടില്ല ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കളിയിൽ അവൻ നേരെ നമ്മൾ എറിഞ്ഞപ്പോൾ തന്നെ അവൻ തിരിഞ്ഞു വന്ന് മാസ്ക് എടുത്തിട്ടില്ല അതാണ് അവൻ അവിടെ ബഗ്ഗായത് ഗൈസ് സംഭവം അതായിരുന്നു ഗെയിമിൽ അവൻ അങ്ങനെയാണ് ബഗ്ഗായത് ഗൈസ് ഗൈസ് ആമ്പ് ഇടണ്ട ഗൈസ് സ്ലീപ്പിംഗ് പിൽസ് കറക്കണ്ട ഗൈസ് ഒരു ഡോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ വഴിയായിരിക്കും മിക്കവാറും എസ്കേപ്പ് ആവണ്ടെന്ന് തോന്നുന്നു ഗൈസ് ആ ഡോർ വഴിയായിരിക്കും മിക്കവാറും ഗൈസ് ഗൈസ് നമ്മള് സാം അവിടെ ഫുള്ളും കഴിച്ചില്ല കുറച്ചുകൂടി ഉണ്ടെന്ന് സാം പറയുന്നുണ്ട് കഴിക്ക് ഗൈസ് ഇവൻ എന്നാണ് ഗൈസ് ലാഗാട്ടെ ഇവനാണെങ്കിൽ ഒടുക്കത്തില്ല ഗൈസ് ഒരു പാറ്റ ഗൈസ് പണി പാളി ഗൈസ് എൻ്റെ അള്ളിയത് ഈ പാറ്റ ഇവനെ കൊണ്ടൊക്കെ ഗൈസ് പണി തിങ്ങി ഗൈസ് പാറ്റ പണി പാളിച്ച് അവളടിച്ച് ഗൈസ് സാമെന്ന് വിളിച്ച് ഇവര് മിണ്ടാണ്ടിരുന്നൂടെ ഇരുന്ന് ഗൈസ് പിടിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ പിടിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഈ വഴി പോട്ടെ ഗൈസ് ഈ വഴി ഗൈസ് എങ്ങടേക്കാന്ന് അറിയില്ല ഗൈസ് ആ പാറ്റയാണ് ഗൈസ് നമ്മളെ പണി പാളിച്ച ഗൈസ് നമ്മൾ എല്ലാം നമ്മൾ റെഡിയാക്കിയതാണ് ഗൈസ് ആ പാറ്റ കാരണം ഉണ്ടായിരുന്നു പാറ്റ കൈ കിട്ടിക്കന്നെ പിടിച്ച് എനിക്ക് ഗൈസ് പിടിച്ച് ഗൈസ് അവസ്ഥ നോക്കണേ ഗൈസ് പിടിച്ച് ഗൈസ് ഗെയിം ഇവിടെ ഉണ്ടാവും തോന്നുന്നു ഗൈസ് മിക്കവാറും ഗൈസ് നമ്മുടെ കാലില് സംഭവം ഇടാൻ പോണേണ് ഗൈസ് ഗൈസ് എന്താ ഗൈസ് ബാക്കിൽ നിന്ന് അടിച്ച് ഗൈസ് സാമും മാസ് ഗൈസ് മാസ് ഗൈസ് ബാക്കിന്ന് ഷവലിനെടുത്ത് അടിച്ചിട്ട ഗൈസ് അതെന്തെങ്കിലും നന്നായിട്ട ഗൈസ് ഗെയിം ഇവിടെ എൻ്റെ ഗൈസ് ഗെയിം ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു ഗൈസ് ഫ്രണ്ടിൽ നിൽക്കലാണ് ഗൈസ് നമ്മളാണ് ഇവിടെ രക്ഷിച്ചെന്നൊക്കെ പറയണ്ട് എന്നൊക്കെ പറയണ്ട് ദേ നമുക്ക് കിസ് കിട്ടിയിട്ട ഗൈസ് പിന്നെ മിണ്ടലാട്ടെ അവൻ വിഷയമായിട്ടില്ല ഗൈസ് അതെന്നാ കണ്ടില്ല ഗൈസ് നമ്മള് ആ ഡോളായിപ്പോ നമ്മുടെ ഹരീനെ ഡോളായിപ്പോ കണ്ണനങ്ങണ്ടായിരുന്നു ഗൈസ് നമ്മളത് നോട്ടീസ് ചെയ്തെന്ന് പറയണ്ട ഗൈസ് ഡോളാണെങ്കിലും അവന്റെ കണ്ണളങ്ങണ്ട് ശരിയാണ് ഹരീനെ ഡോളാക്കി ഗൈസ് അതാണ് ഗൈസ് ഹെൽപ്പ് ചെയ്യാൻ സിംബൽസ് നമ്മള് ഗൈസ് ഇവളെന്താണ് സംഭവം പറയണ്ട് റിച്വല് ചെയ്യണ ഗൈസ് നമ്മള് കിഡ്നാപ്പറിന്റെ റിച്വല് ചെയ്യാനാണ് പറയണ ഇവള് ഇവള് ഹെൽപ്പ് ചെയ്യാന്ന് പാട്ടുണ്ടേട്ടാ ഗൈസ് അമ്മ വിച്ചാ ഗൈസ് ഇത് വിച്ചാണോ ഗൈസ് അത് സംഭവം മനസ്സിലായി ഗൈസ് സംഭവം എന്ന് വെച്ചാൽ ഇവള് ആ നമ്മുടെ സിമ്പിൾസൊക്കെ ഇവള് എന്താണ് ബുക്ക് ചെയ്ത് വായിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഇവള് പറയണ ഗൈസ് നമ്മളിതേ എൻ്റെ ആയിട്ടില്ല ഗൈസ് ഇതേ നമ്മൾ അവൻ്റെ ബാക്കിൽ പോകണേട്ടാ റാബിറ്റ് ക്യാമറ ഫോളോ ചെയ്ത് പോണേന് എന്താണ്ട് റിച്വല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈസ് ഗൈസ് ഇതെന്താ സംഭവം ഗൈസ് റിച്വല് ചെയ്യണം ഗൈസ് എനിക്ക് തോന്നുന്നത് ഈ ഹരീനക്കില്ലേ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഈ പിള്ളേരൊക്കെ ഇവന്മാർ പിടിച്ചോണ്ട് പോകണതാണ് ഗൈസ് എനിക്ക് തോന്നുന്നതാണ് ഗൈസ് അപ്പോൾ ഇവിടെ ഗെയിം ഇവിടെ എൻ്റെ ആയിട്ടുണ്ട് ഗൈസ്
ഓ ഗൈസ്, നമ്മൾ 1 മണിക്കൂർ 21 മിനിറ്റ് എടുത്താണ് ഗൈസ് ഗെയിം ഇവിടെ കളിച്ച് തീർത്ത്. അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വിചാരിക്കണം ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. എല്ലാവരും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്.